ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഒരു ഉഗ്രൻ മുളകിട്ട സ്രാവ് കറിയുടെ റെസിപ്പി നോക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ മുളകിട്ട സ്രാവ് കറി റെഡിയാക്കി എടുക്കുന്നതിന് വേണ്ടി 1/2 കിലോ സ്രാവാണ് ഉപയോഗിച്ചിരിക്കുന്നത്. മീൻ കഷ്ണങ്ങൾ കഴുകി വൃത്തിയാക്കി മാറ്റിവെക്കാം. ഇനിയൊരു മൺചട്ടി എടുക്കാം. ഇതിലേക്ക് 15 ചെറിയുള്ളി ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു വലിയ കഷ്ണം ഇഞ്ചി ഒന്ന് ചതച്ച് ചേർത്ത് കൊടുക്കാം. 3 പച്ചമുളക് നെടുകെ പിളർന്ന് ചേർത്ത് കൊടുക്കാം. പുളിക്ക് ആവശ്യത്തിന് കുടംപുളി ചേർത്ത് കൊടുക്കാം. 2 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് കൈകൊണ്ട് നന്നായി ഒന്ന് തിരുമിയെടുക്കാം. മസാല ചെറിയുള്ളിയിൽ നന്നായി പിടിക്കുന്ന രീതിയിൽ നന്നായി ഒന്ന് ബലം കൊടുത്ത് തന്നെ തിരുമിയെടുക്കണം. ഇങ്ങനെ നന്നായി തിരുമിയെടുത്ത ശേഷം ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ച മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. ഇനി മീനിൽ മസാല പിടിക്കുന്ന രീതിയിൽ നന്നായൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മീൻ കഷ്ണങ്ങളിൽ മസാല പിടിക്കുന്ന രീതിയിൽ നന്നായി മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം ഇതൊരു 15 മിനിറ്റ് മാറ്റി വയ്ക്കാം. മസാലയൊക്കെ നന്നായി ഒന്ന് പിടിച്ചു കിട്ടുന്നതിന് വേണ്ടി 15 മിനിറ്റ് ഇതൊന്ന് കവർ ചെയ്ത് മാറ്റി വയ്ക്കാം. മീൻ കഷ്ണങ്ങളിൽ 15 മിനിറ്റ് ആകുമ്പോഴേക്കും നന്നായി മസാല പിടിച്ചിട്ടുണ്ടാകും. ഈ ഒരു സമയത്ത് ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് വെള്ളം ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം ഇത് അടുപ്പിൽ വെച്ച് കുക്ക് ചെയ്യാൻ തുടങ്ങാം. ഇങ്ങനെ നന്നായി മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്കിത് അടുപ്പിൽ വെച്ച് ഹൈ ഫ്ലെയിമിലിട്ട് നന്നായി തിളപ്പിച്ച് പറ്റിച്ചെടുക്കണം. ഇപ്പോൾ കറി നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് അടിയിൽ പിടിക്കാതിരിക്കാനായി ചട്ടി ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. ഉള്ളിയൊന്നും വഴറ്റാതെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു കിടിലൻ മീൻകറിയുടെ റെസിപ്പിയാണിത്. ഈ മുളക് കറി വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. ഏകദേശം ഒരു 10 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ട് തിളപ്പിച്ച് പറ്റിച്ചെടുക്കുമ്പോഴേക്കും നമ്മുടെ കറി റെഡിയായി കിട്ടും. ഇതിപ്പോൾ നന്നായി കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതുപോലെ തന്നെ ചട്ടി ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. അടിയിൽ പിടിക്കാതിരിക്കാൻ ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് ചട്ടി ചുറ്റിച്ചു കൊടുക്കുന്നത് നല്ലതാണ്. ഇനി മസാലയൊക്കെ ഒന്ന് പിടിക്കുന്നതിന് വേണ്ടി 2 മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിലിട്ട് വെക്കാം. 2 മിനിറ്റ് ആകുമ്പോൾ തന്നെ നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇതിലേക്കൊന്ന് ചുറ്റിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത ശേഷം ചട്ടി ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് എല്ലാ ഭാഗത്തും വെളിച്ചെണ്ണയാകുന്ന രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷവും ഇതുപോലെ ചുറ്റിച്ചു കൊടുക്കുന്നത് കറി അടിയിൽ പിടിക്കാതിരിക്കാൻ നല്ലതാണ്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി വിതറാം. എന്നിട്ടിത് കവർ ചെയ്ത് വെക്കാം. ഏകദേശം ഒരു 20 മിനിറ്റ് കവർ ചെയ്ത് വെക്കണം. ഇതിന് ചൂടൊക്കെ ഒന്ന് സെറ്റായി എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരുന്നതിന് നല്ലതാണ്. കണ്ടോ, ഇപ്പോൾ 20 മിനിറ്റ് ആയപ്പോൾ മീനിലെ നെയ്യൊക്കെ ഒന്ന് തെളിഞ്ഞ് കറി നല്ല സെറ്റായി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിത് ചൂടോടെ തന്നെ സെർവ് ചെയ്യാം. ഉള്ളിയൊന്നും വഴറ്റാതെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഈ ഒരു കറിയുടെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. ഈ ഒരു കറി ഉണ്ടെങ്കിൽ വയറ് നിറയെ ചോറുണ്ണാൻ പറ്റും. കൂട്ടുകാർക്ക് സ്രാവ് മുളകിട്ടതിൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.